എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിയറ്റ്നാം സീരീസിലെ 7ാമത്തെ വീഡിയോ ആണിത്. ഞങ്ങൾ വിയറ്റ്നാമിൽ ഡനാങ് എന്ന പേരുള്ളൊരു സ്ഥലത്താണ്. ഇന്ന് രാവിലെ ആണ്ടാ ഞങ്ങൾ ഡനാങ്ങിലെത്തിയത്. രാവിലെ ആദ്യം ഞങ്ങൾ മാർബിൾ ശില്പങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിലും അതിനുശേഷം മാർബിൾ മൗണ്ടനും കാണാൻ പോയായിരുന്നു. മാർബിൾ മൗണ്ടനിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോണത്. ഈ മാർബിൾ മൗണ്ടനോട് ചേർന്ന് കുറേയധികം മാർബിൾ ശില്പങ്ങൾ വിൽക്കണ കടകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ചെറിയ ചെറിയ മാർബിൾ ശില്പങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇതിൽ ചില വലിയ ശില്പങ്ങൾക്ക് ഏകദേശം 10 തൊട്ട് 15 അടി വരെയൊക്കെ പൊക്കമുള്ളതുമുണ്ട്. വലിയ പ്രതിമകളിൽ പലതും ബുദ്ധൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ദൈവങ്ങളുടെയാണ്. ഇത്രയധികം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കച്ചവടം വല്ലതും നടക്കണ്ടോ എന്ന് ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കേണ്ടതാണ് പുള്ളി പറഞ്ഞത്. മാർബിൾ മൗണ്ടൻ്റെ പരിസരം കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് ഓടിയപ്പോഴേക്കും സാധാരണക്കാരൊക്കെ ജീവിക്കണ സ്ഥലങ്ങളിലേക്ക് എത്തി. ഹൊയാൻ എന്ന പേരുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോണത്. കൃഷി സ്ഥലങ്ങളും ഗ്രാമങ്ങളൊക്കെയാണ് ഡനാങ് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കാഴ്ച. ഇതുപോലെ നമ്മുടെ നാടായിട്ട് സാദൃശ്യമുള്ള കുറേയധികം സ്ഥലങ്ങൾ വിയറ്റ്നാമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ചെറുതായിട്ടൊന്ന് മയങ്ങിയ കണ്ണു തുറന്നപ്പോഴേക്കും കാർ ഏതോ ചെറിയ വഴികളിൽ കൂടെ ഒക്കെ ഓടുന്നതാണ് കാണുന്നത്. ഈ റോഡ് സൈഡിലുള്ള തോടുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഏകദേശം ഹൊയാൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങിയെന്ന്. ഞങ്ങളിവിടെ കൊട്ടവഞ്ചിയിലുള്ളൊരു യാത്ര പോകാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ എത്തണത്. ഇതാണ് ഞങ്ങൾ പോകാൻ പോണ കൊട്ടവഞ്ചികൾ. ഈ കാണുന്ന തോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വരും. ഇന്നൊരു ശനിയാഴ്ചയായിട്ടും ഈ പരിസരത്ത് കാര്യമായിട്ടുള്ള തിരക്കോ ബഹളമൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഈ ടൂർ ബുക്ക് ചെയ്തേക്കണ ഓഫീസിലെ സ്റ്റാഫാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ പോണത്. ഈ കൊട്ടവഞ്ചി ടൂറുകൾ നടത്തുന്ന കുറേയധികം ടൂർ ബുക്കിംഗ് ഓഫീസുകൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടായിരുന്നു. വലിയ ചിലവൊന്നുമില്ലാത്തൊരു പരിപാടിയാണിട്ടത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഏകദേശം 1000 രൂപ അടുത്താണ് ഞങ്ങൾക്ക് ഈ ടൂറിന് ചിലവ് വന്നത്. ഈ പരിസരവും ആംബിയൻസൊക്കെ കണ്ടിട്ട് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ടൂറിസ്റ്റ് ആക്ടിവിറ്റി ഉള്ളൊരു സ്ഥലമായിട്ടാണ് കേട്ടോ തോന്നണത്. ഈ ചേച്ചിയാണ് ഞങ്ങളെ കൊട്ടവഞ്ചിയിൽ കറങ്ങാനായിട്ട് കൊണ്ടുപോണത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷിൽ ഒരൊറ്റൊരു വാക്ക് പോലും അറിയാൻ പാടില്ല. ഇവിടെയുള്ള കൊട്ടവഞ്ചികളെല്ലാം നല്ല വൈബ്രന്റ് കളറിലാണ് പെയിന്റ് ചെയ്തേക്കണത്. വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ചേച്ചി 3 വിയറ്റ്നാമീസ് തൊപ്പി ഞങ്ങൾക്ക് എടുത്ത് തന്നു. നമ്മുടെ നാട്ടിൽ ആലപ്പുഴയൊക്കെ ഉള്ള ഹൗസ് ബോട്ട് ടൂറുകളുടെ വേറൊരു പതിപ്പാണ് കേട്ടത്. ഈ പരിസരത്ത് കുറേ ആളുകൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വൈകുന്നേരമൊക്കെ ആവണതോടുകൂടി ഈ പരിസരമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവ് ആവുന്നതാണ്. ഈ തോടിനോട് ചേർന്ന് കുറേയധികം റെസ്റ്റോറൻറ്റുകളും കഫേകളൊക്കെ ഉണ്ട്. ഇത്രയും എണ്ണമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. ഞങ്ങൾ ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് ഹൊയാനിലുള്ളത്. അതുകൊണ്ടാണ് പൊരിഞ്ഞ വെയിലൊന്നും നോക്കാണ്ട് ഞങ്ങൾ കൊട്ടവഞ്ചി ഉച്ച സമയത്ത് തന്നെ ബുക്ക് ചെയ്തത്. വാട്ടർ കോക്കനട്ട് എന്നറിയപ്പെടുന്ന ചെടിയാണിത്. കുറച്ചുകൂടി വീതിയുള്ളൊരു കൈവഴിയിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കണത്. ഇങ്ങോട്ട് എത്തിയതോടുകൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടൂറിസ്റ്റുകളായിട്ട് വേറെ കൊട്ടവഞ്ചികൾ ഞങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ ഈ വലത്തേ സൈഡിൽ കാണുന്ന കഫേയിലും അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട്. 2 സൈഡിലും വാട്ടർ കോക്കനട്ടിൻ്റെ ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കനാലിലേക്കാണ് നമ്മളിപ്പോൾ കയറണത്. വെയിൽ കൂടുന്ന സമയത്ത് ചൂടാനായിട്ടൊരു കുടയും കൂടി ചേച്ചി തന്നു. ടൂറിസ്റ്റുകൾക്ക് ഞണ്ടുകളെ പിടിക്കാനായിട്ട് കൊട്ടവഞ്ചി നിർത്തി കൊടുത്തേക്കണ കാഴ്ചയാണിത്. കറങ്ങി തിരിച്ചു വരുമ്പോൾ നമുക്കും ഞണ്ടിനെ പിടിക്കാമെന്ന് ചേച്ചി വിയറ്റ്നാമീസ് ഭാഷയിൽ പറയുന്നുണ്ട്.
ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് ഒരു കാരണവശാലും വിയറ്റ്നാം വരരുതിട്ട. പറ്റാണെങ്കിൽ ഓഫ്ലൈൻ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം. ഇവിടേക്ക് ഇത്രയധികം ടൂറിസ്റ്റുകൾ വന്ന സ്ഥലമായിട്ട് പോലും ആളുകൾക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന കൈവഴി അത്യാവശ്യം വീതിയുള്ളൊരു പുഴയിലേക്കാണ് വന്ന് ചേരുന്നത്. തൂബോൺ റിവർ എന്നാണ് ഈ പുഴയുടെ പേര്. പുഴയിൽ ആ ബോട്ടുകളും വഞ്ചികളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടേക്കായിട്ട് ഫിഷിംഗ് ബോട്ട് പോലത്തെ ഇതുപോലത്തെ ബോട്ടുകൾ നമുക്ക് കാണാം. കുറച്ചു നേരം കൊണ്ട് ഞങ്ങൾ പയ്യെ പയ്യെ ആ പാട്ട് കേൾക്കണതിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. പുഴ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു കൈവഴിയിലേക്കാണ് നമ്മുടെ ചേച്ചി വഞ്ചി തുഴയണത്. ഇവിടെയും രണ്ട് സൈഡിലും വാട്ടർ കോക്കനട്ട് തന്നെയാണ് കാഴ്ച. പുഴ ക്രോസ് ചെയ്തു തന്നെ എല്ലാ കുട്ടവഞ്ചിയും ഈ ഒരു കൈവഴി കൂടെയാണ് കയറി വന്നത്. ഇനി ഇവിടെ കൊട്ടവഞ്ചികൾക്ക് എന്തെങ്കിലും വൺ വേ പോലത്തെ പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറേ അധികം ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ ഈ കൈവഴി കൂടെ ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നട്ടുച്ചയ്ക്കുള്ള അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ കാണുന്ന സാധനമാണ് വാട്ടർ കോക്കനട്ട്. ഇതിൽ ഈ മുള്ളു പോലെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പീസുകളാണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലുള്ള പലങ്കരിക്കിൻ്റെ അകത്തുനിന്ന് കിട്ടണ മാതിരിത്തെ ഫ്ലഷ് കിട്ടും. അതാണ് നമുക്ക് കഴിക്കാൻ പറ്റണത്. ഈ പരിസരത്ത് പല കടകളിലും നമുക്കത് വാങ്ങാൻ കിട്ടും. ഈ സ്ഥലത്തേക്കൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോൾ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പാകത്തിനുള്ള കുറേ റിസോർട്ടുകൾ പണിതേക്കണത് നമുക്ക് കാണാം. ഇതാണ് ഈ കൊട്ടവഞ്ചി യാത്രയിലെ മെയിൻ ഒരു അട്രാക്ഷൻ. തുഴച്ചിലാരം കൊട്ടവഞ്ചി ഇങ്ങനെയിട്ട് കറക്കണ കുറേ വീഡിയോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അത് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തണത്. ഞാൻ പിന്നെ ഫാമിലിയുടെ ഒപ്പം ആയതുകൊണ്ട് കയറിനേക്കാളും മുമ്പ് തന്നെ ബോട്ട് കറക്കരുതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഫോട്ടോ എടുക്കലും വഞ്ചി കറക്കലും അതുപോലെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടാണ് ആളുകൾ പാട്ടും വെച്ച് കൊട്ടവഞ്ചി കറക്കി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞാണ് ഇവരുടെ കലാപ്രകടനം. ഞങ്ങളുടെ ചേച്ചി ഈ ഒരാളുടെ അടുത്ത് വന്നാണ് വഞ്ചി ഒതുക്കിയേക്കണത്. പുള്ളിക്കാരൻ മ്യൂസിക്കിനനുസരിച്ച് കൊട്ടവഞ്ചി ഇറക്കി ഡാൻസ് കളിക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ കുറച്ചുപേര് ഈ പുള്ളിയുടെ അടുത്ത് നിർത്തിയപ്പോൾ വേറെ കൊട്ടവഞ്ചിക്കാർ അപ്പുറത്തെ ഗ്രൂപ്പുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ ഡാൻസ് കഴിയുമ്പോൾ ഇവിടെ കൂടിയേക്കണ കൊട്ടവഞ്ചിയിലെ ടൂറിസ്റ്റുകൾ ഇയാൾക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കും.
അതുകൂടാതെ ഈ ടൂർ ഓപ്പറേറ്റേഴ്സും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടാവുമായിരിക്കും. ഇവരുള്ള ഈ പരിസരത്തേക്ക് വന്നപ്പോഴാണ് ഈ കൊട്ടവഞ്ചി യാത്രയ്ക്ക് ഒരു ഓളം വന്നത്. ഞങ്ങൾ കുറച്ചു നേരം വഞ്ചി കരയിനോട് ചേർത്ത് നിർത്തി കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത്. നമ്മുടെ തുഴച്ചിലുകാരി ചേച്ചിയാണ് ഫോട്ടോ എല്ലാം എടുത്തു തന്നത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ടാണ് പോണത്. നമ്മൾ നേരത്തെ നിന്നതല്ലാണ്ടുള്ള വേറെ ഡാൻസ് ഗ്രൂപ്പുകളാണ് ഇതൊക്കെ. ഇവിടെ എല്ലാ ഡാൻസർമാരുടെയും മെയിൻ പരിപാടി ഈ വഞ്ചി കറക്കിയും കൊണ്ടുള്ള ഡാൻസ് മാത്രമാണ്. ഇതുപോലെ വേറെ പുതിയ സ്ഥലങ്ങളിൽ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് വേറെ പലരും. ഈ നട്ടുച്ച സമയത്ത് ഇവിടെ ഇത്ര അധികം വഞ്ചികൾ കാണുന്നതിലാണ് എനിക്ക് അതിശയം. ഇവിടെ വേറൊരാള് കരോക്കെ പ്ലേ ചെയ്തിട്ട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കാനും കുറേ അധികം ടൂറിസ്റ്റുകൾ വട്ടം കൂടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉച്ചച്ചൂടൊന്നും വക വെക്കാണ്ടുള്ള ഒരു ആഘോഷമാണ് ഇവിടെ. കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കൈവഴിയിലേക്ക് തിരിച്ചെത്തി. ചേച്ചി നേരത്തെ പറഞ്ഞ ഞണ്ടിനെ പിടിക്കണ പരിപാടിക്ക് വേണ്ടി ചേച്ചി വഞ്ചി ഒന്ന് ഒതുക്കി. ഈ കോലുമോ വള്ളി കെട്ടിയിട്ട് അറ്റത്ത് മീനോ അല്ലെങ്കിൽ ഇറച്ചി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞണ്ടിനെ പൊക്കിയെടുക്കുന്നത്. ഒരു തവണ ചേച്ചി കാണിച്ചതോടുകൂടി കെയിൻ ആ സാധനം കയ്യിലേക്ക് വാങ്ങി. പിന്നെ കെയിനായി ഞണ്ടിനെ പിടുത്തം. കുറച്ച് ഞണ്ടുകളെയൊക്കെ പുള്ളി പൊക്കിയെടുത്തായിരുന്നെങ്കിലും പാട്ടയിൽ ഇറങ്ങേക്കാളും മുമ്പ് ഈറ്റങ്ങളിൽ ചാടിപ്പോയായിരുന്നു. ഇപ്പൊ തൽക്കാലം 2 ഞണ്ടാണ് ബാക്കിയുള്ളത്. കൊട്ടവഞ്ചി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ കയറി ഹൊയാനിൽ തന്നെയുള്ള മറ്റൊരു അട്രാക്ഷൻ്റെ അടുത്തേക്കാണ് നീങ്ങണത്.